ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ടർക്കി വിസയുടെ. അപ്പോൾ അത് കാണാത്തവരൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്യണം. നമ്മൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് വേണ്ടതെന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടർക്കി വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് അബുദാബി വേൾഡ് ട്രേഡ് സെൻറ്ററിലുള്ള VFS ഗ്ലോബലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ടർക്കി വിസയുടെ എല്ലാ ഡീറ്റെയിൽസും പിന്നെ അതിൻ്റെ മുന്നേ നമ്മൾ ടർക്കിയിൽ എത്തുന്നതിൻ്റെ മുന്നായിട്ട് വരുന്ന എക്സ്പെൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള മാൻഡേറ്ററി ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ കാണിക്കുന്നത്. മുന്നത്തെ വീഡിയോ കണ്ടവർക്ക് അത് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ പറ്റും, എല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവർക്ക് ഈ എല്ലാ ഡോക്യുമെൻറ്റ്സും നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഇതോടുകൂടെ നമ്മുടെ വിസ റിലേറ്റഡ് പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇത് അപ്ലൈ ചെയ്തതിൻ്റെ ശേഷം നമുക്ക് വിസയും കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു 1 മന്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. ആ ഒരു വീഡിയോയും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാണ്. നമ്മളിതാ വീട്ടിൽ നിന്ന് ടർക്കിയിൽ പോകാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലേക്ക് ഇറങ്ങിയിട്ടുള്ളതാണ്. നമ്മളെ വീട്ടിൽ നിന്ന് ഒരു 20 മിനിറ്റ്സാണ് എയർപോർട്ടിലോട്ടുള്ളത്. അബുദാബി ന്യൂ എയർപോർട്ടിൽ ഭയങ്കര തിരക്കായത് കാരണം നമ്മൾ കുറച്ചൊന്ന് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ അബുദാബി എയർപോർട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ പെഗാസസ് ഫ്ലൈറ്റിലാണ് ടർക്കിയിലോട്ട് പോകുന്നത്. അബുദാബി ന്യൂ എയർപോർട്ടിൽ ഭയങ്കര തിരക്കാണ്. നമ്മൾ ആ ഒരു ടൈമിന് എത്തിയാൽ മതിയെന്ന് വിചാരിച്ചാൽ മേ ബി നമുക്ക് ഫ്ലൈറ്റ് വരെ മിസ്സായിട്ട് പോവും. ഇവിടുന്ന് ഡയറക്റ്റ് ആൻഡ് ട്രാൻസിറ്റ് ഫ്ലൈറ്റിലായിട്ട് ഏഷ്യ, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ് ഇവിടെ നിന്നെല്ലാം മണിക്കൂറിലും 13K പാസഞ്ചേഴ്സാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ചെക്കിനും ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ ശേഷം നമ്മളിതാ ഡ്യൂട്ടി ഫ്രീയിലൊക്കെ ജസ്റ്റ് ഒന്ന് കയറി. അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് നമ്മളിതാ ഇവിടുത്തെ ലോഞ്ചിലോട്ടാണ്, പേൾ ലോഞ്ചിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് എടുത്ത കുറച്ച് വീഡിയോസ് ഞാൻ കൊടുക്കാം. ഇതിൻ്റെ തൊട്ട് മുന്നായിട്ട് ചെയ്ത വിസ റിലേറ്റഡ് വീഡിയോ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഇതൊരു ലേറ്റ് നൈറ്റ് ഡിന്നർ ബുഫേ ആയിരുന്നു. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ഒരുപാട് ഐറ്റംസ് ഒന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ ഉള്ളതെല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു. അങ്ങനെ നമ്മൾ ഡിന്നറൊക്കെ കഴിച്ച് അവിടുന്ന് ഇറങ്ങി. ഈ ഒരു എയർപോർട്ടിൽ ഒരുപാട് ഗേറ്റ്സ് ഉണ്ട്. അപ്പം നമ്മൾ ലോഞ്ചിൽ നിന്നൊക്കെ കറക്റ്റ് ടൈം കണക്കാക്കിയിട്ട് ഇറങ്ങിയാൽ മേ ബി ഫ്ലൈറ്റൊക്കെ മിസ്സാവും. ഇതേപോലെ നമ്മളെ ഗേറ്റും കുറച്ച് ദൂരമായിരുന്നു. ഒരുപാട് നടന്ന് അവിടെ എത്തിയപ്പോഴേക്ക് ബോർഡിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫ്ലൈറ്റിൽ ഇരുന്ന പാടെ എല്ലാവരും നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എണീറ്റപ്പോൾ ഇതാ ഒരു കോഫിയൊക്കെ കുടിച്ചു. ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് ടർക്കിയിൽ എത്താനായിട്ടുണ്ട്. അബുദാബിയിൽ നിന്ന് ടർക്കിയിലോട്ടുള്ള ഫ്ലൈറ്റ് ഡ്യൂറേഷൻ 4 hours and 45 minutes ആണ്. ഇപ്പം നാട്ടിലോട്ടായാലും നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്തായാലും എൻ്റെ ഒരു ഫേവറേറ്റ് പാർട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഈ ലാൻഡ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഈ കാണുന്ന ഈ ഒരു വ്യൂ ഉണ്ടല്ലോ, നമുക്ക് ആ ഒരു ഡെസ്റ്റിനേഷനിലോട്ട് എത്തിയ ആ ഒരു എക്സൈറ്റ്മെൻറ്റും ഈ കാണുന്ന ആ വ്യൂവിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ ആയിട്ട് ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ടൈം. നമ്മൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു എയർപോർട്ടിലും അത്യാവശ്യം നല്ല രീതിയിൽ തിരക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വേഗം ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ബാഗേജ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു.
അങ്ങനെ എയർപോർട്ടിൽ നിന്ന് ബാഗേജ് കളക്ട് ചെയ്ത ശേഷം നമ്മളിത് ഇവിടുത്തെ സിം എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇവിടുന്ന് സിം എടുത്ത ശേഷം ഒരു ടാക്സി വിളിച്ചിട്ടാണ് നമ്മൾ ഹോട്ടലിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നെക്സ്റ്റ് വ്ളോഗിലായിട്ട് കാണിക്കാം. ബൈ.